PSG എന്താ ഫുട്ബോൾ ടീം? ഓ അതായിരുന്നു. എടാ ഞാൻ വിചാരിച്ചു മറ്റേ ഷാജഹാന്റെ ഒക്കെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഷാജഹാൻ വേറെ കുറെ ആൾക്കാരുള്ള PSG. ആ PSG അടിച്ചെന്ന് എന്തൊക്കെയാണ്. അമ്മോ ഒന്ന് വീസി കയറട്ടെ. ശാലക്കാരി നിങ്ങൾക്ക് സ്ക്രീൻ കാണോ? ഇല്ലല്ലോ. ജോണി മാമ IP ലിങ്ക് എങ്ങടാ ഇருக்கு? വണ്ടി എടുത്തു ജോണി മാമ. ഞാൻ കേട്ട IP ലീക്ക് ആയത് കേട്ടോ. അത് സക്സസ്ഫുള്ളി ലീക്ക് ആക്കി. എടാ ആരുടെയിലാണ് IP ഒന്ന് തരുമോ എനിക്ക്? അണ്ണാ DM അണ്ണാ എടാ DM ആരെങ്കിലും ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിലേ എല്ലാരും അല്ലെങ്കിൽ കാര്യം ചെയ്യും. ഞാൻ ഈ VC-യുടെ ചാറ്റിലിടാ, ഈ VC-യുടെ ചാറ്റിലിടാ. ഇല്ല എന്റെ ടീമിലിട്ടോ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. അല്ല ഈ അങ്ങനല്ല, അതുകൊണ്ടല്ല പറഞ്ഞേ. എടാ നമ്മുടെ ചാറ്റിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മള് ഡീറ്റ് അല്ലേടാ. ഞാൻ അതല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മള് ചാറ്റ് എടുത്തതിന് ശേഷം മറ്റേ ഡിസ്കോഡ് മിനിമൈസ് ചെയ്താ പിന്നെ അത് വരുമ്പോ ആ ചാറ്റ് തന്നെ കിടക്കുക. ഈ VC-യുടെ ചാറ്റിലേ ഇടാൻ പറ്റത്തില്ല. എടാ അങ്ങനെ കേറി വരുമ്പോ പറയടാ. കണക്ഷൻ നീല എനക്കടാ തിരക്കിലാണ്. അപ്പൊ എനിക്ക് സെർവറിലേ കയറാൻ പറ്റുന്നില്ല. എന്റെ ഫേസ് ക്യാം കണ്ടോ നീ? അയ്യോ അണ്ണാ അത് ലൈവില് ഓഫ് ചെയ്യേണ്ടി വരും അണ്ണാ. അയ്യോ പറഞ്ഞു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യണം അണ്ണാ. ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരും. സ്ക്രീൻ ഓഫ് ആക്കിയോ? വെയിറ്റ് എടാ ഇനി നോക്കടാ. ഇപ്പൊ ഡിസ്കോഡിൽ ഓൺ ആക്കി തരാം. വെയിറ്റ്, ഡിസ്കോഡിൽ എന്റെ ഫേസ് ക്യാം അടിച്ചു പോയി. അതെ 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 അതെ. ആവറേജ്. എടാ നിന്റെ മറ്റേ എന്താ പറയാ, പണ്ടത്തെ 90s തിയേറ്ററിലെ ഇത് സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഓടുന്ന പോലത്തെ ഫേസ് ക്യാമറക്കാളും എന്തായാലും. എടാ നീ എന്താ താളം അടിക്കണ നീ? എവനൊക്കെ ആൾക്കാർ മറക്കും. കണ്ണന്റെ എവൻ വരുന്നുണ്ട്, കണ്ണൻ 7. എടാ ഞാൻ മൂഞ്ചിയടാ. ഞാൻ IP ലീക്ക് ആക്കിയേ ലൈവില്. ആക്കി. എനിക്കറിയായിരുന്നു നീ ചെയ്യും. ഞാൻ പ്രഡിക്റ്റഡ് ആയിരുന്നു. എല്ലാത്തിനും ഈ കണ്ണാപ്പിയാണ് ഈ ക്യാമറ ചോദിച്ച അണ്ണൻ ആ ഫ്ലോ ലീക്കായോ? IP ലീക്കായോ? ശരിക്കും അതായെങ്കിലും ഇനി കൂടുതൽ പറയല്ലേ? അപ്പൊ കൂടുതൽ ഇല്ലല്ലടാ, ഞാൻ കണക്ക് ഇട്ടില്ലല്ലോ. ഞാൻ ഇപ്പഴല്ലേ കണക്ക്. സെർവർ ഡീഡോസ് അടിക്കാൻ ധൈര്യമുള്ള ആരുണ്ടെന്നാ? എങ്ങനെയൊക്കെ ആക്കിയൊരു ലോൺ എടുത്ത് ഓരോന്ന് കൊണ്ടുവന്ന് ഇടുമ്പോ ഇത് ലൈവ് മെസ്സേജിക്കണ. ഞാൻ ഒന്നും മെസ്സേജില്ല. ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ വേണ്ട ചാറ്റൊക്കെ എന്റെ കാല് പിടിച്ചപ്പോഴേ. അണ്ണാ പിന്നെ യു ആർ നോട്ട് വൈറ്റ് ലിസ്റ്റഡ് ഇൻ ദിസ് സെർവർ. റിക്വസ്റ്റ് ഐഡി ഇന്റർവ്യൂ ഉണ്ട് ഇപ്പൊ. അതിനകത്തൊരു കോഡ് വന്നില്ലേ? ആ കോഡ് ഡിസ്കോഡിൽ അവിടെ പേസ്റ്റ് ചെയ്യണം. എവിടെ പേസ്റ്റ് ചെയ്യണം? ഡിസ്കോഡ് ഗ്യാങ് ചാറ്റ് അല്ലേ നമ്മുടെ എക്സലൻസ് ഗ്യാങ് ചാറ്റ്. അതെ നമ്മള് വാസന നമ്മള് ഏത് ഡ്രസ് സാൻഡ്രിയക്ക് ഒരു കൈ കൊടുക്കുന്നു. അവരുടെ ഗ്യാങ് ഡ്രസ് റിവീൽ ആക്കല്ലേ? ഡ്രസ് കൈ കൊടുക്കുന്നു. സാൻഡ്രിയക്ക് സാൻഡ്രിയ ആരാ? സാൻഡ്രിയ ചാറ്റിലുള്ള ആൾക്ക് കൈ കൊടുക്കുമെന്ന്. കൈ കൊടുക്കാനാ? എനിക്ക് എന്റെ ചാറ്റില് കൈ കൊടുക്കുമെന്നാണ് ചോദിച്ചത്. ഒരു കൈ തരാൻ പറയോ? ഒരു കൈ തരാൻ പറയാ. കൈ വെക്കണ്ട. ഈ കൈ എടുത്തോ, ഇത് എടുത്തോ. ഈ കൈ എന്നാ സാൻഡ്രിയ കൈ എടുത്തോ. നമ്മള് ഗ്യാങ് ഡ്രസ് അല്ലേ ഇടുന്നേ? ഹലോ അതെ അതെ അതെ. എടാ അവരുടെ ഗ്യാങ് ഡ്രസ് ലീക്കാക്കല്ലേ? എടാ ഞാൻ ഡ്രസ് മാറിയിട്ട് ലൈവ് അൺഹൈഡ് ചെയ്താൽ മതി. അല്ല ലൈവ് ഹൈഡ് ആക്കിട്ട് ഗ്യാങ് ചാറ്റിൽ ഇട്ടിട്ടുണ്ടേ. എല്ലാരും എനിക്ക് ഗ്യാങ് ചാറ്റ് ഇല്ല. നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക. ഡ്രസ് ഷോപ്പിൽ തുടങ്ങി പറഞ്ഞ അണ്ണനാണ് എന്റെ ഗെയിമിംഗ് റൂം 2.5 വർഷം ഉദ്ഘാടനം ചെയ്യണം.
നീലക്കോലൊക്കെ വരുന്നുണ്ട് കണ്ണാപ്പിന്റെ അണ്ണാ എല്ലാരെയും വിളിക്കുന്നുണ്ട്. അണ്ണൻ നാടൻ പിടിച്ച് അണ്ണനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അച്ഛൻ ഇങ്ങനെ നാടൻ പിടിച്ചോണ്ടിരിക്കും, കെട്ടി വെക്കാനുള്ള വകുപ്പൊന്നും ഇല്ല അണ്ണാ. അപ്പൊ അച്ഛന്റെ അണ്ണൻ നാടൻ പിടിച്ച് അണ്ണാ എന്താ വരൂല്ലേ അണ്ണാ? വരൂല്ലേ ഉദ്ഘാടനം ചെയ്യാൻ? ഗൈസ്, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. 5 പൈസ സൂപ്പർ ചാറ്റോ ഇതോ കൊടുക്കരുത്. ലൈവ് വന്നാൽ പോലും ഒന്നും കൊടുക്കരുത്. പുതിയ വേറെന്തോ കണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഒരു നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗെയിമിംഗ് റൂം എന്നൊക്കെ പറയണത്. ഇത് 1 വർഷം സ്ട്രീം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടിക്ക് ഒപ്പിച്ചോണ്ട് അണ്ണാ PC ഉണ്ട്. ഗെയിമിംഗ് റൂം മാത്രമല്ല, രണ്ടൂടാ ഒരുമിച്ച് ലോഞ്ച. PC എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടിവിയിലെ കറന്റിലുള്ള ടോപ്പ് PC ആണ്. വെയിറ്റിംഗ് ഫോർ ഹെവൻ ഫ്രം മീഷോ എന്ന്. അടാ അതൊക്കെ ആൾക്കാര് പലതും പറയണ. ഇത് ഇനി ഇത്ര നാള് ഈഗിൾ 7 ആണ്, ഇനി തൊട്ട് കണ്ണന്റെ ഹെവൻ അറിയപ്പെടുന്നത്. ഈഗിളിന്റെ അതേ റൂം എന്നാണ് അറിഞ്ഞത്. മാറ്റമുള്ളത് നിന്റെ ഫ്രെയിം ഇല്ലേ ഈഗിളെ, നിന്റെ കുറെ ഫോട്ടോ ഫ്രെയിം ഇല്ലേ, ആ സ്ഥാനത്ത് അവന്റെ ഫോട്ടോ. എടാ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അണ്ണ എന്ത് പറയണ? എടാ നീയൊക്കെ 7 അയലത്ത് പോലും വരാൻ പറ്റത്തില്ല അതിന്റെ ഒന്നും, മനസ്സിലായ? നീ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് പണിതാലും നിന്റെ പ്രായത്തിൽ ഞാൻ പണിതാ അത്, മനസ്സിലായ? ഇത് ഇങ്ങനൊരു സാധനം നീ പണിത് എന്നിട്ട് എന്നെ സംസാരിക്കും. അല്ല പിന്നെ അണ്ണൻ 25-26 വയസ്സുള്ള 25-26 എന്റെ ഗെയിമിംഗ് റൂം പണിതിട്ട് 5 വർഷമാണ് ഇപ്പൊ, മനസ്സിലായ? എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് പണിതത്. ആണോ? പിന്നെ നീ എന്ത് 5 വർഷമായി ഗെയിമിംഗ് റൂം പണിതിട്ട് നീ എന്തോ വിചാരിച്ചേ? 22 വയസ്സായോ? എത്ര വയസ്സായി? എനിക്കിപ്പോ 28. അല്ല, എനിക്ക് 28 വയസ്സായപ്പോ അച്ഛൻ 28. എനിക്ക് 28 വയസ്സായി. എനിക്ക് അടുത്ത മാസം 29 ആവുള്ളൂ. 29 ആയി. ഇല്ല, അടുത്ത മാസം. നീ അതല്ല ഗെയിം റൂം കാണിച്ചത് എന്ത് 26 വയസ്സുള്ളപ്പോഴോ? അണ്ണന് 24 വയസ്സുള്ളപ്പോഴാണ് അണ്ണൻ ഗെയിം റൂം കാണിച്ചത്. 24. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 21. 21? ഏത് വർഷം? അതാ ഈ വർഷം 22 ആവുന്നു. അപ്പൊ എന്റെ അത് തന്നെ. അപ്പൊ നിനക്ക് 22 വയസ്സ്, മനസ്സിലായ? അണ്ണാ അപ്പ എന്തായാലും അണ്ണ 27 വയസ്സിലല്ലേ പണിതത്. 24 വയസ്സിൽ പണിതില്ല. പണി തീർത്തില്ല. ഞാൻ പണിതിന് ശേഷമല്ലേ സംസാരിക്കുന്നേ. നീ പണിയെ കല്ലറ പോലും ഇട്ടിട്ടില്ല. കല്ല് പോലും ഇട്ടിട്ടില്ലല്ലോ. കല്ല് പോലും ഇട്ടിട്ടില്ലല്ലോ. കല്ലറ ഇട്ട് ഇട്ടിട്ട് ശരിയാ. ഇനി കണ്ണന്റെ ഹെവൻ എന്ന് അറിയപ്പെടും. ഞാൻ എന്റെ ലൈവ് ഒന്ന് സംസാരിച്ചു ലോഡാവോ? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? കണ്ണന്റെ ഹെവനാണോ അണ്ണന്റെ ഹെവനാണോ? കണ്ണന്റെ ഹെവൻ അങ്ങനെ ഇറങ്ങി വന്താരിറങ്ങി ഇപ്പൊ പാതിരാത്രി 5 മണിക്ക് വരെ വിളിക്കും. പിന്നെ റൂമിന്റെ പണിക്ക് കർട്ടൻ ഇട്ടുന്നല്ലോ. ബാല നിന്നെ കുറച്ചു മുമ്പ് മറ്റേ സൂര്യ മാറിക്കണ്ടെന്ന് പറഞ്ഞ് ആൾക്കാർ മെസ്സേജ് അയച്ചോളൂ കേട്ടാ. കണ്ണന്റെ എല്ല് ഫാന്. കണ്ണന്റെ എല്ലിനാണ് അന്ന് ഇന്ന് ഫാൻ. ഇത് വേറെ സെർവറിലാണോ ഈ സാധനം? ഈകളുണ്ടോടാ ഇവിടെ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ഇത് നിനക്കെന്താ ട്രൈ ഒക്കെ ഞാൻ ഒറ്റ ചോദ്യം ചർച്ചയോട് ചോദിക്കുന്നുള്ളൂ. ഗെയിമിംഗ് റൂം ചർച്ച വരുമോ? IPL അടുത്ത ദിവസം വരുമോ ഇല്ലയോ? അവസാനം മൊണ്ടി എന്ന് പറയുന്നത് ഉറപ്പല്ലേ? ശരതടാ അച്ഛൻ്റെ അടുത്ത് ഫുഡൊക്കെ പറയാനുള്ള അച്ഛനായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. നേരത്തെ പറയണായിരുന്നടാ. അച്ഛനാ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ നീ ഒന്നും ഉണ്ടാക്കുവോ? എന്റെ ആരൊക്കെയാന്നറിയാവോ? ഞാൻ ഉണ്ടാക്കാം. ടിവിയിലെ എല്ലാരും പറഞ്ഞു കേട്ടോ. ടിവിയിലെ എല്ലാരും മന്ദാ ഷെഫായിരുന്നു. ഇത് ഞാനും ഈകളും കൂടെ അങ്ങ് ഉൾക്കടിക്കാം. അച്ഛൻ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് റിബൺ ഇങ്ങനെ വിളക്കെടുക്കുമെന്നോ? അല്ല അച്ഛൻ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് മറ്റേ നാടയില്ലേ ഗെയിമിംഗ് റിബൺ
പിടിച്ചു വെക്കും. അപ്പൊ അണ്ണും ശരത്ത് മറ്റേ ഞാനും ഈകളെ കൂടെ അങ്ങ് മുറിക്കാം. പിന്നെ ഒരു വിളക്കൂടുണ്ട്, അതിൽ 5 തിരി കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ മുതിർന്ന എല്ലാവർക്കും ഓരോ തിരി വെച്ച്. അപ്പൊ എനിക്കൊരു ഇല്ല ചന്ദ്രു, ശരത്തേട്ടൻ, വാസുണ്ണൻ, പിന്നെ ബാക്കി 2 മുതിർന്ന ആൾക്കാർക്ക് രണ്ടുപേർക്കും. എനിക്ക് താല്പര്യമില്ല. ഈ ഗെയിമിംഗ് റൂമിന്റെ ഡിസൈൻ നമുക്ക് തന്ന ചന്ദ്രുവാണ്. അപ്പം ചന്ദ്ര കണ്ണാപ്പേനെ വിളിച്ചു പറയണം, ഈ ചന്ദ്ര കൂടായി പോണ കൊറേ കമ്മീഷൻ അടിച്ചെന്നൊക്കെ എന്നെ വിളിച്ചു പറയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കണ്ണാപ്പിയുടെ ഈ സാധനത്തില് ഞാൻ വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. ആൾക്കാരെല്ലാം ഇത് സ്ക്രീൻ കാണാൻ കാണണം. പിന്നെ അച്ഛനും ശരത്തേനും ഭയങ്കര കാര്യമാണ്, കാണാൻ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുക. ആണല്ലേ? ഞാൻ എന്തായാലും വരുവാ, എന്തായാലും വരും. എന്റെ അടുത്ത് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ടാ. ചേട്ടന്റെ കൂട്ടത്തിൽ 2 അടിക്കുന്നത്. കാരണം ഈ അച്ഛനെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ശരത്തേണ്ടായോണ്ടേ അച്ഛനെ കാണാൻ ഞാൻ പുള്ളിക്കാരനെ അത്രയും റെസ്പെക്ട്. ഞാൻ പറഞ്ഞില്ലേ, വിർച്വലി ഞാൻ നിന്നൊക്കെ ഒരു അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അച്ഛനെ ബാക്കിയല്ല, അച്ഛനാണ് ബാക്കി എല്ലാരെയും പേരാ വിളിക്കുന്നത്. വാസുണ്ടേ മാത്രമേ വാസു എന്ന് വിളിക്കുന്നത്. വാസു വിളിക്കുന്നേ. വാസു ഒരു സുഖം എന്റെ ഇടയ്ക്കൊക്കെ വന്ന് ചോദിക്കും വാസു സുഖമായിട്ടിരിക്കുന്നോന്ന്. എന്നിട്ട് ബോബോയെ ഇടയ്ക്ക് അച്ഛൻ വിളിക്കും, എന്നിട്ട് പറയും നീയൊക്കെ വാസുവിനെ പറ്റിക്കുവാന്ന്. ലൈവില് മറ്റിരുന്ന് പിരിക്കത്തില്ലേ? ഓ അതില് പോയാ അണ്ണൻ എന്തോ കയറാൻ പറ്റുന്നുണ്ട്. അത് മന്ദാരം ബേസ് ചെയ്താൽ മതി. അത്ര പരിചയമില്ലായിരുന്നേട്ടാ. നമുക്ക് ഈ വാലറന്റ് ഞാൻ ആകെ സ്ട്രീം കാണുന്ന കണ്ണൻ ചേട്ടന്റെയാണ്. അല്ലല്ല, ബ്ലൈൻഡ് സ്പോർട്സിന്റെ വാലറന്റ് റോസ്റ്ററിലെ മെയിൻ പ്ലെയർ വരുന്നില്ല കേട്ടോ. ആരെ പറ്റിച്ചു? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് 4000 MS മന്ദാരം ഞാൻ അയച്ചിട്ടുണ്ട്. പറ്റിക്കുന്ന കേസ് സംസാരിച്ചില്ല. എനിക്ക് 4000 MS എനിക്ക് 4000. ഞാനാണ് മറ്റേ ഗെയിമിംഗ് റൂം ഉദ്ഘാടിക്കുന്ന ചടങ്ങ് പറയായിരുന്നു അവിടെയാ ശരത്തേണ്ണും വാസണ്ണോടെ. ഞാൻ പറഞ്ഞ കേക്കാവോ നിങ്ങക്ക്? MS എത്ര സെർവർ? എനിക്ക് 71. അപ്പൊ എനിക്കെന്താ പറ്റി? ഈകളില്ലടാ ഇവിടെ. ഇല്ല അല്ല, ഈഗിൾ ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്കെന്താ ഇഷ്യൂ ഉണ്ട്? എനിക്കെന്താ ഇഷ്യൂ ഉണ്ട്? ചന്ദ്രൻ എന്താ ഇഷ്യൂ? ബാലാ, പറ ചോദിക്കണ. നീ ഒരു ഗെയിമിംഗ് റൂം പണിയടാ ബാല. കാശ് കൊടുക്കും. എനിക്ക് നാളെ തന്നെ പറഞ്ഞ സെറ്റ് ആക്കാൻ ചോദിക്കണം. വിളിക്കട്ടെ മൈൻഡ് മാറിയല്ല രാവിലെ എണീക്കിപ്പോ. നായ ഗോഗു ഇന്നലത്തെ കണ്ടന്റ് എന്നെ വെട്ടിയടാ. ഈകളെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എടാ അവൻ എന്തോ ഭ്രാന്തനാണ്. അവനെന്തോ വട്ടുണ്ടോ അവന്? ഉണ്ട് കേട്ടാ ജൂക്കി. ഞാനേ കഴിഞ്ഞ ദിവസം ഗൈസ് നിങ്ങളാരല്ലോ ക്ലിപ്പ് കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേ വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിക്കുവാന്നേ. വെള്ളത്തിൽ കൂടെ ഓടിച്ചിട്ട് 2 സ്റ്റിയറിംഗിൽ നിന്ന് കൈ വിട്ടിട്ട് കൈ വെച്ച് നീന്തണം ഫേസ് ക്യാമിൽ ഇരുന്ന് ഇങ്ങനെ. അവന് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അവന്. കേറാൻ പറ്റാത്ത ഞാൻ കേറിയ കേറാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഡെവിളിനെ വലിക്കാൻ ലൈവ് ലവിലോട്ട് ആരെങ്കിലും എന്നെ താഴത്തെ ലൈവ് ലവിനോട്ടൊന്ന് ട്രാക്ക് ചെയ്തടാ. ഒരു കാര്യം ഞാൻ സ്ലോട്ടിൽ കയറി കേട്ടോ. എടാ ഡെവിള് വന്ന് ആർക്കൊക്കെ കേറാൻ പറ്റാത്ത ഇഷ്യൂ പറഞ്ഞു കൊടുത്ത്. എടാ ചാറ്റിലെല്ലാരും പറഞ്ഞു ഇറ്റാച്ചി ഇനാക്റ്റീവ് ആണ്, സ്ലോട്ട് മാറ്റിയിടാൻ. അവനാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ ഇടയിലാ. പെണ്ണുങ്ങളുടെ കൂടെ ആർപ്പ് ചെയ്യാൻ ഗ്യാങ് ഇത് വേണ്ടെന്നാണ് ഇവിടെ ചാറ്റിൽ എല്ലാരും പറയണത്. വാസണ്ണ ചാറ്റിൽ ഒന്ന് ചോദിച്ചു നോക്കണ, ഏറ്റവും കൂടുതൽ സിഗ്മ ആയിട്ട് നിക്കണ ആരോന്ന് ചോദിച്ചോക്ക്. എല്ലാവരും പെണ്ണുപിടിയാണ്. അത് കണ്ണാപ്പിയുടെ പേര് എടുത്തുള്ളൂ. ഭയങ്കര ബഹളം. ലൈവ് നൗലോട്ട് ലൈനോലോട്ട്
LX അത്രേ ഉള്ളൂ. ലീഡർ പറഞ്ഞു ജോക്കി. കണ്ണാപ്പി ഒന്ന് മാറണേ പ്ലീസ്. ആ പറഞ്ഞോ, ഞാൻ ഇപ്പൊ കേട്ടോണ്ടിരിക്കും, മിണ്ടത്തില്ല. പറഞ്ഞെങ്കിൽ മാറിയാ മതി. ഇറങ്ങ് കോഹ്ലിയുടെ കൂടെ ഒന്ന് മാറണേ. കോഹ്ലിയുടെ മാറിക്കോളെ. കൂടെ ഒന്ന് മാറണേ. കണ്ണാപ്പി മാറാതെ അവൻ ഇവിടെ ഇരിക്കുവാണ്ട്. അവന്റെ ഇത് കെട്ടിക്കാൻ അവനെ പിടിച്ച് ഓഫ്ലൈനിൽ ഇടട്ടാ. ചന്ദ്രനെ കൂടെ ഒന്ന് മാറണേ. ഓ പറഞ്ഞാലേ മാറണേ പ്ലീസ്. ലീഡർ പറഞ്ഞു. ഗോഡ് ഫാദർ എന്നല്ല ഇങ്ങനെ ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട് ലീഡർ. ഓക്കെ, തത്സമയമാണ് ബോധിപ്പിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. തത്സമയാണ്, അതുകൊണ്ട് ലൈവിനോട് ഇടാൻ പറഞ്ഞേ. ഓക്കെ ലീഡർ ഇന്ന് എനിക്ക് KVA ഗ്യാങ് ഹൗസിന് ഇനോഗ്രേഷന് വരാൻ പറ്റത്തില്ല ലീഡർ. ഇറ്റ്സ് ഓക്കെ ഗോഡ് ഫാദർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന് ഭയങ്കരമായിട്ടൊരു പിരിമുറുക്കം വന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ വയ്യ ലീഡർ. എന്ത് പറ്റിയ കാര്യം? എന്തായിരുന്നു പറ്റിയത്? എന്താ വെച്ചാൽ ഞാൻ ലൈവിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ആഞ്ഞു ചിരിച്ചിട്ട് ഞാനൊന്ന് കഴുത്ത് മോണിറ്ററിലോട്ട് വെട്ടിച്ചതാണ് ലീഡർ. ജോക്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്റ്റിയറിംഗ് വീല് കളിക്കുമ്പോ കാലിന് വേദന, ലൈവില് തല തിരിക്കുമ്പോ വേദന, ഇതൊക്കെ പ്രായമായതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായത്തിന്റെ ആണ് ലീഡർ, എനിക്കറിയാം. 32 വയസ്സായില്ലേ, പ്രായത്തിന്റെ ആണ്. പക്ഷെ പ്രശ്നം 33 ആവുന്നേ ഉള്ളൂ ജൂണിൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഒരു മാസം ഇല്ല, 30 ദിവസം ഇല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ എനിക്കിപ്പോ ഇത് കിട്ടിയതാ. എനിക്കിപ്പോ 29 ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. എനിക്കിപ്പോ 33 പിന്നെ 30 നിനക്കപ്പം. എനിക്ക് 30 ആയില്ലേ, എനിക്ക് 29 ഒരു വർഷോടെ. എനിക്ക് 28 ആയതുള്ളൂ ഇപ്പൊ. ഈ അടുത്ത മാസം 29. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലീഡർ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തലയ്ക്കകത്ത് ഭയങ്കര വേദനയായിട്ട് ഞാൻ അങ്ങോട്ട് ഇരുന്നാണ് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രശ്നമാണ്. അപ്പൊ ലീഡർ എനിക്കൊന്ന് എക്സ്ക്യൂസ് കാരണം വരാൻ പറ്റാത്തതുകൊണ്ടാണ്. ഗോഡ് ഫാദർ ഞാൻ തരേണ്ട ആവശ്യമില്ല. ഗോഡ് ഫാദറിന്റെ സമയത്ത് വന്നാൽ പോരെ. ഇതിന്റെ കാര്യമില്ല, ലീഡറാണ് അൾട്ടിമേറ്റ്. ലീഡറിനെ ബോധിപ്പിക്കണമല്ലോ നമ്മൾ. അത് ശരിയാ. പിന്നെ 22-ാം തീയതിയാണ് ബർത്ത്ഡേ. അതും എന്റെയും ഇളയതൽപതി വിജയ്, തമിഴ്നാട് CM വിജയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം ജനിച്ചത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലോ ആഘോഷിക്കുന്നേ. അല്ല, അതങ്ങനെ ആഘോഷിക്കുന്ന ഒരു സമയം വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. പിന്നെ ജോക്കിയുടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതോ എന്റെ ബർത്ത്ഡേ പറഞ്ഞാലും നിങ്ങൾ എവിടെയെങ്കിലും വിജയുടെ ബർത്ത്ഡേ ആണ് എന്ന് കാണുവാണെങ്കിൽ എന്റെ ബർത്ത്ഡേ ആണെന്ന് ഓർക്കണം. ഞാൻ നിന്റെ ബർത്ത്ഡേ ഒക്കെ മറക്കും. 26-ാം തീയതി എന്റെ ബർത്ത്ഡേ. ജൂൺ 26. ലീഡറിന് 22 അറിയാം. അത്രേ ഉള്ളൂ. അപ്പൊ ലീഡർ അത് ഒന്ന് മനസ്സിൽ ഇന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ജോക്കി. ജോക്കിയുടെ 24 മണിക്കൂറും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ജോണി അപ്പാപ്പന്റെ അല്ല, അത് കൈ വയ്യാന്ന് പറഞ്ഞ ഒരു ലോഡ് എടുക്കുന്ന ചടങ്ങൊന്നും അല്ലല്ലോ ജോക്കി. ജസ്റ്റ് കീബോർഡിൽ ഞെക്കിയാ മതി. കഴുത്തിനാണ് പ്രശ്നം. ഞാൻ പറയണെന്ന് പറഞ്ഞ ജോക്കി ചാരി ഇരുന്നിട്ട് ജസ്റ്റ് ബട്ടൺ ഞെക്കി ഇരുന്നാൽ മതി. ഞാൻ വേണേ തോളത്തെടുത്ത് കൊണ്ടുപോയിക്കോളാം. അല്ല, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ? അതല്ലല്ലോ നമ്മുടെ ഒരു പ്രസൻസ് അവർക്ക് ഒരു എനിക്ക് ഇരിക്കാൻ വയ്യ, അതാണ് പ്രശ്നം. ഞാൻ കിടക്കുകയാണേ. ഞാൻ ഫോണിലാണ് ഇപ്പൊ വന്നേക്കുന്നത്. കള്ളൻ എന്നൊക്കെ പറഞ്ഞ A ക്ലാസ്. അല്ലല്ല, അച്ഛൻ സത്യത്തിന്റെ അപ്പുറം ഇല്ല. എനിക്ക് അത്രയും വയ്യ, പെടലി ഭയങ്കര പെയിൻ. അപ്പം ലീഡർ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം ലീഡർ. ഞാൻ അവിടെ അഡ്രസ് ചെയ്യണോ ഇതിനെ പറ്റി? ഇഷ്യൂനെ പറ്റി അഡ്രസ് ചെയ്യണോ അവിടെ? ഇഷ്യൂനെ പറ്റി ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യണ്ട. അത് വേറെ രീതിക്കൊക്കെ നീ അഡ്രസ് ചെയ്തോളെ, മനസ്സിലായോ? ഇല്ല, ഞാൻ പ്രോപ്പറായിട്ട് നീറ്റ് വേയില് അഡ്രസ് ചെയ്യാം. എന്ത് അഡ്രസ് ചെയ്യും? നീ എങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ജോണി അപ്പാപ്പൻ അറിയുന്നതിന് നമ്മുടെ ഗോഡ് ഫാദർ ആയ ജോക്കിക്ക് ഇന്ന് വരാൻ കുറച്ച് സാങ്കേതികവും അതേപോലെ തന്നെ ശാരീരികവുമായുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനാൽ പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല. സൗകര്യം പോലെ ഗ്യാങ് ഹൗസിൽ വന്ന് വിസിറ്റ് ചെയ്തും ഗ്യാങ് വണ്ടി കണ്ടും ഗ്യാങ് ഡ്രസ് ഇട്ട് നോക്കിയും അഭിപ്രായം പറയുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇതിൽ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാനില്ല. ഇതുകൊണ്ടാണ് 6 വർഷമായിട്ട് ഒരു ഗ്യാങ്ങിന്റെ ലീഡർ സ്ഥാനത്ത് ഇപ്പോഴും നെഞ്ചും വിരിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അല്ലയോ? ചാറ്റ് പറയട്ടെ. കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞല്ലോ ഉള്ളു ജോക്കി. വേറെ ആരുണ്ട്? അതുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പൊ ലീഡർ കാര്യങ്ങള് അതുപോലെ അവതരിപ്പിക്കുക. ഗോഡ് ഫാദർ വരാത്തത് അതുകൊണ്ടാണെന്ന് ലീഡർ അവതരിപ്പിക്കണം കേട്ടോ. ലീഡർ ഞാൻ പിൻവാങ്ങുന്നു. ചാറ്റിൽ എല്ലാവർക്കും ബൈ ഗൈസ്, നാളെ കാണാം. ഉമ്മ ടാറ്റ. നിനക്ക് ഉമ്മ ടാറ്റ, നാളെ കാണാം. ബൈ.
ഈശമാധവനിലെ പിള്ളേച്ചന്റെ അവസ്ഥയല്ലേ ചെറുതേണ്? ഇവിടെ വെച്ച് പറയാറ് ഇപ്പൊ തന്തയ്ക്കുള്ളിയാണോ ചേട്ടാ അവരൊക്കെ? സത്യല്ലേ? പുള്ളി അതാണ് പറ്റില്ല ഗാംഭീര്യമായിട്ട് പറഞ്ഞിട്ട് പോയത്. സംഭവം ചുരുക്കി പറഞ്ഞാ ജോണിയാവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി. സംഭവം ഭീഷണ സിനിമയിലെ പിള്ളേച്ചന്റെ അവസ്ഥ. പിള്ളേച്ചന്റെ അവസ്ഥ പെടലിൽ തിരിക്കാൻ പോലും വയ്യ. സംഭവം ആളേതോ ഡിസ്കോ ട്രോൾസ് റിയാക്ട് ചെയ്ത ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉണ്ടായതാണ്. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടല്ലോ, നിനക്ക് കുത്തിത്തിരിപ്പും ബുദ്ധി വളർച്ചയില്ലായ്മയും ഇതൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നിന്നെ പോലെ ഒരു ശ്വാനനെ ഞാൻ കണ്ടിട്ടില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ, കുറച്ചുകൂടെ ജോഡിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് ഇങ്ങനല്ലേ? പിള്ളേച്ചനെ പോലെ പെടലി വിളിക്കി ഗ്യാങ്ങിന്റെ വാലറ്റത്ത് തൂങ്ങി നടക്കുന്ന ഒരുത്തനും അതിന് മറുപടി. ഇത് ഗോഡ് ഫാദറും ലീഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ലീഡർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജോണിയെ മാറ്റി വിളിച്ചിട്ട് വേണം ജോണി എടുത്ത് ഈ കാര്യം പറയാം. ഓക്കെ, ജോണി മാമനെ മാറ്റി നിർത്തി പറയാം. പിന്നെന്താ അപ്പൊ ഞാൻ സിറ്റിയിലോട്ട് കയറട്ടെ. പെണ്ണാപ്പി സിറ്റിയിലോട്ട് പോ. പെണ്ണാപ്പി സിറ്റിയിലോട്ട് പെണ്ണാപ്പിയാ? നീ ഇറങ്ങി ഇറങ്ങടാ. എടാ എന്നെ ജോഗി എന്നെ ഇവിടുന്ന് ഇത് ചെയ്യോ? ഡിസ്കൗണ്ട് ചെയ്യോ? ഇവിടെ മുട്ടയാ. നീ മൊട്ടയായ ഇവിടെ? ഞാൻ പറഞ്ഞ കേക്കോ? ഹലോ, ഞാൻ പറഞ്ഞ കേക്കോ? മൈക്ക് മാറിയ നിനക്ക് എന്തെങ്കിലും മാറിങ്ങനെ ബസ്സിൽ കയറി ഡ്രസ് എടാ ഞാൻ പറഞ്ഞ കേക്കോ? ഹലോ, എന്തെങ്കിലും മാറണോ ഡ്രസ്സോ? ഇല്ല ഞാൻ പറഞ്ഞ കേക്കോ? കേക്കോ? ഇപ്പൊ കേക്കോ? കേക്കാം. ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. എടാ ഇതെന്തുകൊണ്ടാലും മൈക്രോഫോൺ വോളിയം ഡിലേ ഉണ്ടെന്നോ? എടാ ഇപ്പൊ ഞാൻ പറഞ്ഞ കേക്കാവടാ? ഹലോ ഹലോ, കേക്കാണ് ഇത്തിരി ബ്രേക്ക് ആവുന്നുണ്ട്, അതേ ഉള്ളൂ. മറ്റേ നമ്മുടെ MS ഉള്ളപ്പോ ബ്രേക്ക് ആകത്തില്ല. ഡിലേ ഉണ്ടോ ഞാൻ പറയുന്നത്? ഡിലേ ഉണ്ടായിരുന്നു ഇതേ സെയിം ഇഷ്യൂ. എടാ ഇപ്പൊ കേക്കോ? ഓക്കെ ആണോ നോക്കി? ഇറ്റാച്ചിക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് സിറ്റി കയറുവാണേ. ജാലക്കാരിമായ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതാണ്. ഓക്കെ, സ്ക്രീൻ ആഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഡിലേ ഉണ്ടെന്നാ എല്ലായിടത്തും ഉണ്ട് ഇഷ്യൂ. നിങ്ങൾക്ക് ഇവിടെ ഡിലേ ഉണ്ടോ? ഇവിടെ ഒരു ഡിലേ ഇല്ലല്ലോ. എനിക്കിതാ, ഞാൻ നിങ്ങളുടെ ലൈവ് പ്ലേ ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. ഇവിടെ ഒരു ഡിലേ ഇല്ലല്ലോ. ലൈവിലൊരു ഡിലേ ഇല്ല എന്റെ അഭിപ്രായത്തിൽ. ലൈവ് ഡിലേ ഇല്ല. ഇല്ല ഇവിടെ ഇല്ല. അതാ സിറ്റിക്കകത്ത് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലൊരു ദിവസമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാം സെറ്റാണോ? ഓക്കെ. ഉലാൻസി അത് പറഞ്ഞപ്പോഴേ ഓർത്ത് നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാൻ മറന്നുപോയി. ആ സാധനമല്ല, വേറൊരു സാധനം കാണിച്ചു തരാവേ. വെയിറ്റ് ചെയ്യേ.
ഫേസ് ക്യാം വന്നില്ല. ആക്ടിവേറ്റ്. ആ ഇപ്പൊ കാണിച്ചു തരാവേ, ഒരു മിനിറ്റ്. കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും കാണാവോ കാണാവോ കാണാവോ? ഇത് ഞാൻ തൂക്കി, ഇത് ഞാൻ തൂക്കി. സാധനം കിട്ടി മോനെ, ഇതെന്റെ കയ്യില്. ഇതൊരു ഐറ്റം ആണ്. ഇതൊരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാവേ. ഇത് കണ്ടോ? എടാ ഇവന്റെ ലൈവ് പ്ലേ ആവണം ഇതിനകത്ത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിന്റെ ലൈവ് മോഡ് ബാറ്ററി എക്സോസ്റ്റഡ്. പോളാ പണ്ട് കറക്റ്റ് സമയത്ത് ബാറ്ററി തീർന്നതേ. ടൈമിംഗ് നോക്കണേ, ടൈമിംഗ് നോക്കണേ. അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇതാണ് സാധനം. ഇതാണ് മാർഷലിന്റെ ബ്രോംലി 750. ബ്രോംലി 750 ആണ് സാധനം. ഒരു രക്ഷയില്ല ഗൈസ്. 40 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം എന്ന് വെച്ചാൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയാൽ വിത്തൗട്ട് ബാറ്ററി കണക്ഷൻ അല്ല വിത്തൗട്ട് കറണ്ട് 40 മണിക്കൂർ പ്ലേ ആവും. പക്ഷെ ഒടുക്കത്തെ വെയിറ്റാ കൊണ്ടുപോകാൻ പറ്റുക. എങ്ങോട്ടെങ്കിലും എടുത്തോണ്ട് പോണ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് ഒന്നുകൂടെ എടുത്തോണ്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോക്ടെക്കിന്റെ വീഡിയോ ലോക്ടെക്കിന്റെ വീഡിയോയിൽ ഞാൻ ചുമ്മാ അവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ കണ്ടതാ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഞാൻ ഇത് എടുത്തതാ. ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്, ഞാൻ ഇടാൻ കഴിച്ചു. ഞാൻ വീഡിയോ ഇടാം. ഞാൻ എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എന്തായാലും ഇടാം. അവനൊരു രക്ഷയില്ലടാ, കിട്ടിയില്ല. ബേസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എൻ്റെ അമ്മ. എനിക്ക് ഈ സ്പീക്കറിന്റെ കുറച്ച് ഭ്രാന്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിത് ഭയങ്കര ഭ്രാന്താണ് ഈ സ്പീക്കർ. ഞാൻ എൻ്റെ വീട്ടിലെ ആണെങ്കിലും എല്ലായിടത്തും എനിക്ക് കുറച്ച്, എൻ്റെ റൂമിലധികം കുറേ സ്പീക്കേഴ്സ് ഇരിപ്പുണ്ട്. എനിക്ക് കുറച്ച് സ്പീക്കർ ഭ്രാന്തുണ്ട്. പണ്ട് മറ്റേ പളനിന്നൊക്കെ കുടം മേടിച്ചിട്ടേ അതിനകത്ത് സാമാനം സെറ്റ് ചെയ്തോണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. പളനി പോകുന്ന സമയത്ത് മമ്മിയോടും പപ്പയോടും ഞാൻ എപ്പോഴും പറഞ്ഞു വിടുന്ന ഒരേ ഒരു സാധനം അതാ, കുടം മേടിച്ചോണ്ട് വരണത്. പണ്ടറിയാം നിങ്ങൾക്ക് മറ്റേ സ്പീക്കറും സബ്ബും ഒക്കെ കുടത്തിനകത്ത് വെക്കുമ്പം ലൈക്ക് അതിനൊരു ഇൻറ്റൻസിറ്റി കൂടുതലായിരുന്നു. അത് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ആ സമയം തൊട്ടേ എനിക്ക് സ്പീക്കർ ഭ്രാന്താ. പിന്നെ പപ്പ ഗൾഫിൽ നിന്ന്, നിങ്ങൾക്കൊക്കെ ഈ ബ്രാൻഡ് അറിയുമോ ഗൈസ്? നിങ്ങൾക്ക് ഈ മറ്റേ ഐവ എന്ന് പറയുന്ന ബ്രാൻഡ് അറിയാമോ നിങ്ങൾക്കൊക്കെ? ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അവരുടെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആ സമയത്തുണ്ടല്ലോ എൻ്റെ അമ്മോ, ആ സമയത്ത് അവന്മാരുടെ കുറേ ഹോം തിയേറ്ററും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായത് പണ്ടത്തെയൊക്കെ ഈ VCR ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു CD ഇങ്ങനെ മറ്റേ ഇട്ടിട്ട് അടുത്ത CD എടുത്ത് ഇടുക, അങ്ങനെയല്ലായിരുന്നോ? ഇതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു ഫിലിം 2 CD ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 3-4 CD ഇടാം. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടുത്തത് പ്ലേ ആവും. അപ്പോൾ അതൊരു 15 വർഷം മുമ്പ് പുള്ളി എനിക്കത് കൊണ്ടു തന്നു അവിടുന്ന്. എൻ്റെ അമ്മ വേറെ അത് ഇതൊരു ക്രിഞ്ച് ഫ്ലെക്സാ. എന്നാലും ഞാൻ പറയാം കേട്ടാ, പണ്ടേ വീട്ടിനകത്ത് നല്ല സൗണ്ടിൽ പാട്ടിട്ടിട്ട് വെളിയിൽ ഇറങ്ങി നോക്കും, വെളിയിലൊക്കെ കേൾക്കുന്നുണ്ടോ, ആൾക്കാർക്കൊക്കെ ഇടിയൊക്കെ കേൾക്കാവോ. എടാ അത് ഇപ്പോഴത്തെ ആൾക്കാർ നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ആ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു സത്യമായിട്ടും. ആ ടൈമിൽ അങ്ങനെ അത് വെച്ച് ഫ്ലെക്സ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ പാട്ടൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് വെളിയിൽ ഇറങ്ങി നോക്കും, എല്ലാവരും കേൾക്കുന്നുണ്ടോ, ആരെങ്കിലും ചോദിക്കണം ഇത് ഏതാ സിസ്റ്റം. ആ സാധനം ഉണ്ടായിരുന്നു എനിക്ക്. പ്രൈസ് ഇതിന്റെ പ്രൈസും MRP അറൗണ്ട് ഒരു 1,11,000 എന്തോ ഉണ്ട് ഇപ്പൊ ഇവിടെ കറന്റ് ഇന്ത്യയിൽ. എനിക്ക് അത്യാവശ്യം നല്ല ഡീലാണ്. ബാക്കി പ്രൈസും ഇതെല്ലാം ഞാൻ
കൊളാബൊന്നും അല്ല, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത്. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കൊളാബൊന്നും എടുക്കാറില്ല. എനിക്കൊരു എമൗണ്ട് അവർ കുറച്ച് വന്നു, അതുകൂടെ വെച്ചിട്ട് ഞാൻ എടുത്ത ബ്ലാക്ക് സ്ക്രീൻ. അയ്യോ ഞാൻ എൻ്റെ വീഡിയോ ഇടാം കഴിച്ചു, ഞാൻ എൻ്റെ ഇതിനകത്ത് വീഡിയോ ഇടാം. കിടില സാധനം കഴിച്ചു, ഒന്നും പറയാല്ല. നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, കുറച്ച് പൊക്കി പിടിച്ചുകൊണ്ട് പോകണം, ആരോഗ്യം ഉള്ളതേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചോ, ഒരു രക്ഷയില്ല, കിടിലം.